അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദു. അല്ലാഹുമ്മ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹകീം. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഹിറയിൽ വെച്ച് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം ഇഖ്റയിലെ ആദ്യ വചനങ്ങൾ ഓതി കേൾപ്പിച്ചു. അത് വഹയിൻ്റെ തുടക്കമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാതുകൾ കേട്ട ഖുർആനിൻ്റെ ആദ്യ വചനങ്ങൾ ഇഖ്റ, നീ വായിക്ക്. പ്രിയപ്പെട്ടവർ, അതിനുശേഷമുണ്ടായ സംഭവ വികാസങ്ങൾ കുറച്ചൊക്കെ നമ്മൾ വിവരിച്ചു. ആദ്യ വഹയിന് ശേഷം പിന്നെ കുറച്ചു കാലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹയൊന്നും വന്നില്ല. അത് എത്ര കാലമാണ് എന്നതിൽ ചരിത്രകാരന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. 3 വർഷമാണ് എന്ന് പറഞ്ഞവരുണ്ട്. ഇമാം അഹ്മദ് റഹിമഹുല്ലയും ഇബ്നു ഇസ്ഹാഖ് റഹിമഹുല്ലയും ഒക്കെ ആ അഭിപ്രായക്കാരാണ്. 2 വർഷമാണ്, 2.5 വർഷമാണ്, 12 ദിവസമായിരുന്നു, 15 ദിവസമായിരുന്നു, 40 ദിവസങ്ങളായിരുന്നു എന്ന അഭിപ്രായങ്ങളൊക്കെ നമുക്ക് കാണാം. ഏതായാലും ഇഖ്റയിൻ്റെ ആദ്യ വചനങ്ങൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ കുറച്ച് കാലം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹിയൊന്നും വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് വഹി നിലച്ചത്? അള്ളാഹു കുറച്ച് കാലം നബിക്ക് വഹി കൊടുക്കാതിരുന്നത്? ഇബ്നു ഹജർ റഹിമഹുല്ല ഫത്ഹുൽ ബാരിയിൽ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീൻ്റെ ആരംഭത്തിൽ വല്ലാതെ പേടിച്ചല്ലോ. നബിക്കത് വല്ലാത്തൊരു അനുഭവമായിരുന്നു. ആ ഉൾഭയവും പേടിയുമൊക്കെ നബിയിൽ നിന്ന് നീങ്ങിപ്പോകാനുള്ളൊരു സാവകാശം അള്ളാഹു കൊടുക്കുകയാണ് ചെയ്തത് എന്നാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പിന്നീട് വഹി വരുന്നതിനെ പറ്റിയിട്ട് സ്വഹാബിമാർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നബി ഇങ്ങനെ നടന്നു പോകുമ്പോൾ ആകാശത്തുനിന്ന് ഒരു ശബ്ദം കേട്ടു. അപ്പോൾ മുകളിലേക്ക് നോക്കിയപ്പോൾ ഹിറയിൽ തന്നെ വന്നു കണ്ട മലക്കാണത്. ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമ ആകാശത്തിരിക്കുകയാണ്. ആ കാഴ്ച കണ്ട് നബി വല്ലാതെ പേടിച്ചു. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബോധം കെട്ട് വീണു. പിന്നീട് നബി വീട്ടുകാരുടെ അടുക്കലേക്ക് ഓടിച്ചെല്ലുകയാണ്. സമ്മിലൂനി സമ്മിലൂനി, എന്നെ പുതപ്പിച്ചു തരൂ, എന്നെ പുതപ്പിച്ചു തരൂ. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സൂറത്തുൽ മുദ്ദസിറിലെ ആദ്യ വചനങ്ങൾ അവതരിക്കുന്നത്. ഖുർആനിലെ 74-ാം അധ്യായത്തിലെ 5 ആയത്തുകൾ. യാ അയ്യുഹൽ മുദ്ദസ്സിർ, ഹേ പുതച്ചു മൂടിയവനെ, കും ഫഅൻദിർ, എഴുന്നേറ്റ് ജനങ്ങളെ താക്കീത് ചെയ്യുക. വറബ്ബക ഫകബ്ബിർ, നിന്റെ റബ്ബിനെ മഹത്വപ്പെടുത്തുക. വസിയാബക ഫതഹിർ, നിന്റെ വസ്ത്രങ്ങൾ ശുദ്ധിയാക്കുകയും വറുജ്സ ഫഹ്ജുർ, പാപം വെടിയുകയും ചെയ്യുക. ഇഖ്റഇന് ശേഷം പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹു ഇറക്കിക്കൊടുത്ത ആദ്യ വചനങ്ങളാണത്. പ്രിയപ്പെട്ടവരെ, ഇത് രഹസ്യ പ്രബോധനത്തിനുള്ള കൽപ്പനയാണ്. ഈ കൽപ്പന ലഭിച്ചതോടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിരിപ്പിൽ നിന്നും എഴുന്നേറ്റു. 3 വർഷത്തോളം രഹസ്യമായി അള്ളാഹുവിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു. നമ്മൾ മുമ്പ് സൂചിപ്പിച്ചല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മക്കാ ജീവിതകാലം രഹസ്യ പ്രബോധനവുമുണ്ട്, പരസ്യ പ്രബോധനവുമുണ്ട്. ആ രഹസ്യ പ്രബോധനത്തിൻ്റെ കാലം 3 വർഷങ്ങളാണ്. ആ രഹസ്യ പ്രബോധനത്തിനുള്ള കൽപ്പനയാണ് സൂറത്തുൽ മുദ്ദസിറിലെ ആദ്യ വചനങ്ങൾ. ഇനി വരുന്ന സംസാരങ്ങളിൽ രഹസ്യ പ്രബോധനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് കേൾക്കാം. അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ, അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിജമീഇൽ മുസ്ലിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.